ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഓണത്തിൻ്റെ തിരുവോണ നാളിൽ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. പിന്നെ വന്നിട്ട് എല്ലാം ഒന്നും എനിക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടില്ല വീഡിയോ എടുക്കാൻ വേണ്ടി. എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് ചെറിയ ഒരു പോർഷൻ വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. രാവിലെ എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞാണ് ഞാൻ കേട്ടോ. എന്നിട്ട് രാവിലത്തെ ഓണത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും സാമ്പാറായിരുന്നു കേട്ടോ. എല്ലാ ഒട്ടുമിക്ക വീട്ടിലും തിരുവോണത്തിനൊന്നും രാവിലെ കാപ്പിയുടെ കൂടെ കറി എന്ന് വെച്ചാൽ സാമ്പാറായിരിക്കും. കാരണം എന്തായാലല്ലേ ഉച്ചയ്ക്കും ആ സാമ്പാർ തന്നെ നമുക്ക് എടുക്കാമല്ലോ, സദ്യക്കൊരു കൂട്ടമായി. അപ്പം ഞാൻ ഈ അടുക്കളയിൽ ഇഡലിയും സാമ്പാറും ഒക്കെ വെച്ചിരുന്ന ടൈമിൽ ഇവിടെ അപ്പനും മക്കളും കൂടി ഒരു കുഞ്ഞ് അത്തപ്പൂക്കൾ ഒരുക്കാനുള്ള പൂ ശേഖരണത്തിലാണ് കേട്ടോ. തൊട്ടപ്പുറത്തെ വീട്ടിൽ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടാണ് പൂ പറിക്കുന്നത്. നമ്മുടെ വീട്ടിലേയും കുറച്ച് പറിച്ചു, എന്നിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലേയും പൂ കൂടി പോയി. അപ്പോൾ അച്ഛനും മക്കളും കൂടി പൂ പറിക്കലാണ്. അപ്പം ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഓണം ഒരുങ്ങുന്നത് ഈ വർഷം. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6ാമത്തെ വർഷമായി കേട്ടോ. 6 വർഷത്തിൽ 5 വർഷം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഓണത്തിന് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. പക്ഷേ ഇക്കൊല്ലം ഞാൻ ഇവിടെ കൊണ്ടിരുന്നാണ് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞ് അത്തപ്പൂക്കളൊക്കെ ഇട്ടു. കൊള്ളാമെന്നെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതാണ് എൻ്റെ അത്തപ്പൂക്കളം കേട്ടോ. പിന്നെ വന്നിട്ട് എൻ്റെ ബീട്രൂട്ട് കിച്ചടി, അല്ലെങ്കിൽ വെള്ളരിക്ക കിച്ചടിയൊക്കെ ആയി. സദ്യക്കുള്ള അവിയൽ, അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ഒരു കുഞ്ഞ് സദ്യ തട്ടിക്കൂട്ടിയിട്ടുണ്ടേ. അതിന് വേണ്ടിയുള്ള തോരൻ, അവിയൽ, ഇഞ്ചിക്കറി, അച്ചാറെല്ലാം തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു സദ്യ ഒരുക്കുന്നത് കേട്ടോ. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, കൊള്ളായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ തിരുവോണ നാളിൽ വൈകിട്ട് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരുങ്ങി ഞങ്ങൾ എവിടെ പോകണമെന്നല്ലേ, വേറെ ഒന്നുമല്ല, ഏട്ടന് സുഖമില്ല. ഏട്ടന് ചെറിയൊരു പനി കിട്ടി. അപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണം കൊണ്ടൊക്കെ ആയിരിക്കും ഏട്ടന് നല്ല പനി കയറി അടിച്ചിട്ടുണ്ട്. അപ്പം കിടുങ്ങലൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആശുപത്രി വരെ ഒന്ന് പോയേക്കാന്ന് വെച്ചാൽ രാത്രി അല്ലെങ്കിൽ ഏട്ടന് കിടുങ്ങൽ കൂടും. അങ്ങനെ ഞങ്ങൾ തിരുവോണത്തിനൊന്ന് രാത്രി ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോവാണ് കേട്ടോ. ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് നബിദിനം കൂടിയല്ലായിരുന്നോ. നബിദിനത്തിൻ്റെ ഫുൾ പ്രോഗ്രാമായിരുന്നു റോഡിലെല്ലാം. അതിൻ്റെ ഫുള്ള് ലൈറ്റ് സെറ്റിങ്ങൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരുവോണത്തിനന്ന് വൈകിട്ട് ഞങ്ങൾ ആശുപത്രി പോയിട്ട് തിരിച്ചു വന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെയും കുട്ടികളെയും കൂട്ടി ഞങ്ങൾ കട വരെ പോയായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു കുട്ടി കടയിൽ പോയത് വേറൊന്നുമല്ല, പാലും സ്നാക്സൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി അവരെയും കൂട്ടി പോയിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനും എടുക്കാനും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്തില്ല. അതുപോലെ എൻ്റെ ഫോൺ ഞാൻ എടുക്കാനും മറന്നുപോയി കേട്ടോ. അതുകൊണ്ട് അതൊന്നും വീഡിയോ ആഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പന്നിക്കുട്ടിയൊക്കെ ഉണ്ട്, ഒരു ഒറ്റയാണ് വന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോൺ കയ്യിലില്ലാത്തതുകൊണ്ട്. പക്ഷേ ഓണം ഹാപ്പിയായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ വീട്ടിലായിരുന്നെങ്കിൽ ഓണത്തിൻ്റെ ഇതിലും കുറച്ച് കാര്യങ്ങളൂടി കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ വിളക്ക് കത്തിയിലൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം തട്ടിക്കൂട്ടിയൊരു കുഞ്ഞ് ഓണമായിരുന്നു. പക്ഷേ ഹാപ്പിയായിരുന്നു. എല്ലാവർക്കും താമസിച്ചാണെങ്കിലും ഒരു ഹാപ്പി ഓണം പറഞ്ഞിട്ട് എൻ്റെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.